നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് നമ്മുടെ പഴയ ഓർമ്മയിലേക്ക് തിരിച്ചു പോവാം. ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോടി നിൽക്കും മരമൊന്നുലെത്തുവാൻ മോഹം, മരമൊന്നുലെത്തുവാൻ മോഹം. രാജീവേ, നമ്മുടെ 75ാമത് വാർഷികമല്ലേ? നിങ്ങളുടെ കൂട്ടുകാർ, എന്റെ കൂട്ടുകാർ, എല്ലാവരുടെയും കൂട്ടുകാർ ഇവിടെ ഈ പരിപാടി കണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിനെ കുറിച്ച് രാജീവൻ എന്താണ് പറയാനുള്ളത്? നമ്മുടെ 75ാമത് വാർഷികം നമ്മുടെ സ്കൂളിന്റെ ആ 75 വർഷങ്ങളായി നമ്മൾ സ്കൂള് ഇവിടെ സ്ഥാപിതമായിട്ട് അതിന്റെ 75ാമത് വാർഷികാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന 25-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി മുതൽ നമ്മളിതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു 2-3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന 75ാം വാർഷികാഘോഷ പരിപാടികൾ നടത്താനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെല്ലാവർക്കും കൂടി അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സക്കീറിന്റെ മസിൽ ഷോ ഒക്കെ ഉണ്ടാവും. സക്കീറിന്റെ മസിൽ ഷോ, അശോകന്റെ ഭരതനാട്യം, നല്ലൊരു പാട്ടുകാരനല്ലേ? വേറെ കാര്യമില്ല, സക്കീറിനോട് പാടിയപ്പോ സക്കീർ വായിട്ട് മാത്രമേ അലക്കിയിട്ടുള്ളൂ. പാടിയൊക്കെ സക്കീർ എന്താ പറയാനുള്ള അവിടെ? സക്കീർ പറയാ. കൂട്ടുകാരെ, എന്റെ പേര് സക്കീർ. ഞാനിവിടെ 4 മുതൽ 7 വരെ പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ 75 അല്ല, സക്കീർ തോറ്റ പഠിച്ചേ? അല്ലല്ല, ഞാൻ ഗിരി സ്കൂളിൽ നിന്ന് നേരെ 4 മുതൽ 7 വരെ 1 മുതൽ 4 മുതൽ 7 വരെ ഇവിടെ പഠിച്ചത്. അപ്പൊ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാവരും ഒന്ന് നേരത്തെ തന്നെ 1 മണിക്ക് മുമ്പായിട്ട് ഒരു 11 മണി 12 മണിക്ക് എല്ലാവരും കണ്ട് നല്ല ഭംഗിയാക്കണമെന്ന് എല്ലാവരോടും അശോക് എന്ന് പറയാനുള്ള വിനോദ് ചാക്യാരെ പറയാനൊന്നുമില്ല. കാരണം നമ്മളിവിടെ 1ാം ക്ലാസ് നമ്മളിവിടെ പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചു. എന്റെ അച്ഛൻ പഠിച്ച്, എന്റെ അമ്മ പഠിച്ച്, ഞാൻ പഠിച്ച്, എന്റെ അനിയൻ പഠിച്ചു. ചാക്യാരിങ്ങനെ ചോദിച്ചില്ല, തോറ്റു പഠിച്ച് എക്കലും കൂടുതൽ തോറ്റു പഠിച്ച് ഞാനായിരിക്കും. നിലവിൽ 5 ഗ്രൂപ്പില് അപ്പൊ എന്തായാലും നമ്മുടെ ഈ 75ാമത് നമ്മുടെ ഈ സ്കൂളിന്റെ വരുന്ന പരിപാടി എന്റെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഈ വരുന്ന 25-ാം തീയതി നമ്മളിവിടെ ഒത്തുകൂടുകയാണ്. അത് 1 മണിക്ക് അതിലൊരു പ്രത്യേക ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നമ്മൾ നല്ല രീതിയിലൊരു വിപുലമായിട്ടൊരു പരിപാടി നടത്താനാണ് തീരുമാനിച്ചേക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും വന്നിട്ടുള്ളത്. അപ്പൊ ഉള്ള ആളുകൾ വെച്ച് നമ്മൾ ഈ വീഡിയോസ് പിടിക്കാതെ. അതെ, വേറെ കാര്യമില്ല. ഈ നിൽക്കണേല് നമ്മള് പല മതക്കാരാണ്, പല രാഷ്ട്രീയക്കാരാണ്. അതാണ് ഈ ഇവൻ പറഞ്ഞപ്പോ വേറൊരു രീതിയിലുള്ള ഒരു സംഭവം അതിലാക്കി. അത് പുള്ളി ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന വിദേശി മലയാളികൾ അല്ലെ, അമേരിക്കയിലൊക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഈ പരിപാടി ഉണ്ട്. അമേരിക്കയിൽ വിളിയൊന്നും പ്രോഗ്രാമിന് ആ സാധനം. ബേബിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് വേറൊന്നുമില്ല, ഞാൻ ഈ കൂടിയേക്കുന്നതിൽ ഏറ്റവും ജൂനിയറാണ്. ഞങ്ങളൊക്കെ മൂത്താവ് പോകുന്നു. കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം. എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും സന്തോഷത്തിന്റെ ഒരു ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ് ഈ കടന്നു പോകുന്നത്. അതായത് 1949 സ്ഥാപിതമായ നമ്മുടെ ഈ സ്കൂള് അതിനുവേണ്ടി ഒത്തിരി പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നമ്മുടെ ഈ സ്കൂളിലെ ഒരു പൊതുവിദ്യാലയത്തിന് വേണ്ടി ഒത്തിരി പേര് പ്രയത്നിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ ബഹുമാനത്തോടുകൂടി സ്മരിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ സ്കൂള് സ്ഥാപിതമായ 1949 ജൂലൈ മാസമാണ്. ജൂലൈ 19-ാം തീയതിയാണ്. അതിന്റെ സ്മരണികയൊക്കെ ഇതിന് ശേഷം നമുക്കത് നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നതായിരുന്നു, നമ്മുടെ കൂട്ടായ്മയുടെ രൂപീകരണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ അശോകൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു കുടുംബം മൊത്തം പഠിച്ച സ്കൂളാണ്. അതായത് എൻ്റെ അപ്പച്ചൻ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, മൂത്ത സഹോദരിമാർ 3 പേര്, ഒടുവിൽ ഞാൻ. അപ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ച്, അതായത് എനിക്ക് ഇവിടെ നിന്ന് സ്കൂളിനെ കുറിച്ച് പറയാൻ
ആ ഉണ്ടായ സാഹചര്യം ഞാൻ സാംസ്കാരികമായ ഉന്നതിയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലേക്ക് ഒത്തിരി പേര്, അതായത് മത, സാമുദായിക, സാംസ്കാരിക, കല, സാഹിത്യ, പിന്നെ അതുപോലെ തന്നെ അഭിഭാഷക രംഗത്തേക്കും പോലീസ് അതുപോലുള്ള കാര്യത്തേക്കും നമ്മൾ സ്കൂളിൽ പഠിച്ചു പോയതിന് ഒത്തിരി പ്രതിഭകളുണ്ട്. ആ പ്രതിഭകളെല്ലാം നമ്മുടെ നാടിന് വേണ്ടി സംഭാവന ചെയ്തത് നമ്മുടെ ഈ സ്കൂളാണെന്നുള്ള കാര്യം അഭിമാനപൂർവ്വം നമുക്ക് ഓക്കെ. ഓർക്കുന്നു ഞാൻ എന്റെ ബാല്യകാലം, ഇനി ഓർമ്മപ്പെടുത്തലീനെന്തു കാലം. ഓർക്കുന്നു ഞാൻ എന്റെ ബാല്യകാലം, ഇനി ഓർമ്മപ്പെടുത്തലീനെന്തു കാലം. ഓർക്കാതിരിക്കില്ല അന്ധകാലം, ഇനി ഓർക്കുമ്പോൾ എന്നെന്റെ ഭൂതകാലം. ഓർക്കുന്നു ഞാൻ എന്റെ ബാല്യകാലം, ഇനി ഓർമ്മപ്പെടുത്തലീനെന്തകാലം. ഒരു വട്ടം കോരിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കോരിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാനിൽ മരമൊന്നൂലുത്തുവാൻ മോഹം. മരമൊന്നൂലുത്തുവാൻ മോഹം. കൂട്ടുകാരെ, ഇവിടെ എത്തിയപ്പോ നമ്മളെ പഴയ കാല ആ ഉപ്പുമാവിന്റെ ഒരു നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ഭാരതി ചേച്ചി, നമ്മുടെ പഴയ ഭാരതി ചേച്ചി നമുക്ക് വിളമ്പി തന്ന ഉപ്പുമാവിന്റെ ആ പാചകപ്പുര. നമുക്ക് അതൊന്ന് ഇവിടുത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാം അല്ലേ? അതായത് രാജീവിന് ഒരു പ്രത്യേകം ഉണ്ടായി. രാജീവിന് എനിക്ക് ശരിക്കറിയാവുന്ന രാജീവനല്ലേ ഉപ്പാവ് ചോറ് ഉച്ചക്ക് കഞ്ഞി വെച്ച് കഴിഞ്ഞിട്ട് ഭാരതേച്ചി ഇത് ഓഫീസ് റൂമിലേക്ക് പോയിരുന്ന സമയത്ത് ഒരുപാട് ഉപ്പാവ് ചോറൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് അന്നത്തെ കാലത്ത് ഉപ്പാവ് വിളമ്പി കൊടുക്കണ. ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ വിളമ്പോളൂ. വിളമ്പി കഴിയുമ്പോൾ ഒരുപാട് ബാക്കി വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൈയിട്ട് വാരി കഴിക്കണതുണ്ടായിരുന്നു. അന്ന് ഭാരതീയച്ചി ഉണ്ടാക്കിയ ഉപ്പാവ് അതിന്റെ അന്നും നമ്മുടെ ശരിക്കും പറഞ്ഞാല് നമ്മൾ അന്നൊന്നും ഇന്നത്തെ പോലെ അന്നൊന്നും ജാതിയോ മതമോ വർഗീയതയോ ഒന്നുമില്ലാതെ ഒത്തൊരുമിച്ച് ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ആ കാലം ഈ 75ാം വാർഷികത്തില് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, നമ്മളെല്ലാവരും ഒന്നാണെന്ന് ഉള്ളൊരു ചിന്താഗതി നമുക്ക് 75ാം വാർഷികത്തിൽ നമുക്ക് ഞങ്ങൾ സ്കൂളിൽ നിന്ന് 5 പേരാളായി. ജ്യേഷ്ഠൻ എന്നെ മുമ്പേ നിങ്ങളുടെ ഒപ്പം ഒരേ. അപ്പൊ നിങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കഞ്ഞിയും പയറുമാണ്. ഞങ്ങൾക്ക് ഉപ്പാവാണ്. നിങ്ങളുടെ കാലത്ത് ഉപ്പാവാണ്. കുറുക്ക്. ഞങ്ങളുടെ ആ സമയം വരുമ്പോ നമ്മുടെ ചെറുപയറും കഞ്ഞിയുമാണ്. പാത്രം ഒന്നേ ഉള്ളൂ. എന്റെ ആഴ്ചയുടെ വിനോദമൊന്നും പറയണ്ട. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് ഒക്കെയും ഇതായിട്ട് നിൽക്കുന്ന പിള്ളേരാണ്. ഞങ്ങളന്ന് രീതിയിലൊന്നും പഠിക്കാറൊന്നുമില്ല. ഞങ്ങള് വന്നു കഴിഞ്ഞാൽ ബാല്യ ചേച്ചി ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങള് വന്നിട്ട് ഇവിടെ ഒന്ന് ഞങ്ങളെ ചോറ് വെക്കലും അതുപോലെ പയറ് ഉണ്ടാക്കലൊക്കെ ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഇതില്ലെങ്കിൽ ഈ തൊട്ട് സാധനമോ ചമ്മന്തി ഉണ്ടാക്കാനോ ഇതിലൊക്കെ ഞങ്ങൾ പുറമേ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് എല്ലാം ഉണ്ടാക്കി ടീച്ചർമാര് ഇത് വിളമ്പുന്ന സമയത്താണ് അറിയണത് അപ്പൊ അന്നത്തെ കഥകൾ എന്ന് പറഞ്ഞാൽ വലിയ കഥകളാണ്. അന്നത്തെ ടീച്ചർമാര് ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഈ പരിപാടി ടീച്ചർമാരെ കണ്ടിരിക്കണ ആ കളനെ പിടിച്ചത്. അത് നമ്മുടെ എച്ചന്മാരാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതി ചേച്ചിയുടെ അന്നത്തെ കഞ്ഞിയൊക്കെയാണ് ഇവിടെയായിരുന്നു നമ്മുടെ ബെല്ല്. ഒരു വട്ടം കോരിയൻ ഓർമ്മകൾ
തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം മരമൊന്നുലുത്തുവാൻ മോഹം അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം തൊടിയിലെ കിണർവെള്ളം കോരിക്കുടിച്ചെന്ന മധുരമെന്നോതുവാൻ മോഹം എന്ത് മധുരമെന്നോതുവാൻ മോഹം ഞങ്ങള് പാടാമോ? അന്നത്തെ ദിവസം വിജയകുമാർ സാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങളിവിടെ സ്റ്റേജിൽ നൂറ് പൂവുകൾ വിടരട്ടെ നൂറന സുഗന്ധമലരട്ടെ ജീവിത മലർവനിയാകട്ടെ നൂറ് പൂവുകൾ വിടരട്ടെ നൂറന സുഗന്ധമുലരട്ടെ ചിത്രം മലർവനിയാകട്ടെ ചിത്രം വരയ്ക്കാൻ ചായ മുഴക്കാം ചൈത്രമാസ പുലരികളെ ചിത്രം വരയ്ക്കാൻ ചായ മുഴക്കാം ചൈത്രമാസ പുലരികൾ പാട്ടും കൂടാം കളിക്കൂട്ടും കൂടാം പാട്ടും കൂടാം കളിക്കൂട്ടും കൂടാം നൂറ് പൂവുകൾ വിടരട്ടെ തൂവണ സുഗന്ധമുണരട്ടെ ജീവിത മലർവനിയാകട്ടെ ജീവിത മലർവനിയാകട്ടെ അതു കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ